ഇത് മാങ്കോട്ടുകുണം മഠമാണ്, പൊളിക്കാൻ പോവുകയാണ്. ഈ സംസാരിക്കുന്നത് എൻ്റെ പേരപ്പനാണ്. മാങ്കോട്ടുകുണം മഠത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ മഠത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. സഹോദരിയുടെ കല്യാണം പ്രമാണിച്ച് 2016 മാറിയത്. അതുവരെയും ഈ മഠത്തിലാണ് താമസിച്ചത്. വളരെ നല്ലൊരു മഠമായിരുന്നു. പൂർണ്ണമായും തടി കൊണ്ടാണ് ഈ മഠം നിർമ്മിച്ചിരിക്കുന്നത്. എങ്ങനെ പോയാലും ഒരു 200 വർഷത്തെ പഴക്കം ഈ മഠത്തിന് കാണും. ഇത് ഓലയായിരുന്നു. അതിനുശേഷം ഇത് പുതുക്കി പണിഞ്ഞ് ഷീറ്റാക്കി. ഈ മഠത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ചൂട് വന്നാലും നല്ല തണുപ്പായിരിക്കും. ചൂട് അല്പം പോലും അകത്ത് ഏൽക്കില്ല. AC-യുടെ ആവശ്യമില്ല, ഫാനിൻ്റെ ആവശ്യമില്ല. വാരിയൊക്കെ ഉള്ളത് കൊണ്ട് ഇടയിൽ കൂടെ കാറ്റ് കിട്ടും. മഞ്ഞ് വരുമ്പോൾ ഭയങ്കര തണുപ്പാണ്. ഞാൻ തലയിലൊക്കെ തൊപ്പി വെച്ചാണ് കിടന്നിരുന്നത്. ഇവിടെ 3 മുറിയാണുള്ളത്. 3 മുറി, ഒരു ഹാള്, ഒരു അടുക്കള, ബാത്റൂം, അങ്ങനെയാണ് ഈ മഠത്തിൽ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ബാത്റൂം എന്ന് പറയുന്നത് മഠത്തിനോട് ചേർന്നല്ല, പുറത്താണ്. പണ്ടത്തെ വീടുകളിൽ ഒരു പ്രത്യേകത പറയുന്നത് ബാത്റൂം ഒരിക്കലും വീടിനോട് ചേർന്ന് വരില്ല, പുറത്തായിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരമുള്ള വീടുകൾക്ക് അതാണ് ഐശ്വര്യം. പക്ഷെ ഇപ്പോഴാണ് വീടും ബാത്റൂമും കൂടെ ഒരുമിച്ച് മുറിയിൽ തന്നെ ബാത്റൂം വരുന്നത്. പണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. മണ്ണിൽ തടി കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതുപോലെ ഒന്നും നിർമ്മിക്കുക ഇപ്പോഴുള്ള ആർക്കും ഇത് സാധിക്കില്ല. തടിക്കൊന്നും ഒരു കുഴപ്പവുമില്ല. ഈട്ടിയാണ് തടി. ഈട്ടിയും തേക്കൊക്കെ ഉപയോഗിച്ചാണ് പണിയിരിക്കുന്നത്. അന്ന് ധാരാളം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തടിക്കൊന്നും ഒരു ക്ഷാമവുമില്ല. അത് ഗണപതിയുടെ വിഗ്രഹം, ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം. നമുക്ക് ഇപ്പോൾ പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈശ്വരന്മാരുടെ പടം കിട്ടും. അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അവസാനത്തെ ഇതും പൊളിക്കാൻ പോവുകയാണ്. ഈ കാണുന്നത് രാജൻ മേശ്ശേരി. ഈ മേശ്ശേരിയാണ് ഞങ്ങൾക്ക് വീട് വെച്ച് തന്ന മേശ്ശേരി. ആ മേശ്ശേരി തന്നെയാണ് ഈ മഠം പൊളിക്കുകയും ഇവിടെ വല്യച്ഛൻ്റെ മകന് വേണ്ടി പുതിയ മഠം വെച്ചതും രാജൻ മേശ്ശേരിയാണ്. നെടുവങ്ങാടാണ് താമസം. നെടുവങ്ങാട് വെള്ളൂർക്കോണത്താണ് താമസം. ഇതാ അകത്തിരുന്ന തൂണാണ്. നല്ലൊരു തൂണാണ്. അത് മേശ്ശേരി എടുത്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ വീഡിയോ എടുപ്പിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ എവിടെ പോയാലും വീഡിയോ എടുക്കുക. എനിക്ക് വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ക്രേസാണ്. കാരണം ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ കിട്ടുന്ന ഒരു ഓർമ്മയാണ്. സതിച്ചിട്ട് ഇപ്പോൾ എത്തിയതേയുള്ള അച്ഛൻ്റെ സഹോദരി മഞ്ചേരിയിലാണ് താമസം. അവർക്ക് അപ്പുറത്ത് വീട് വയ്ക്കുകയാണ്. അത് പഴയ രീതിയിലാണ് ഒരു മഠം വയ്ക്കുന്നത്. അത് 10-30 ലക്ഷം രൂപയായി. 3 മുറിയും ഒരു ഹാളും ഒരു അടുക്കളയാണ് ഉള്ളത്. ആ ഇതും കൂടെ താഴെ തള്ളിയിടുന്നതോടുകൂടി പൂർണ്ണമായും ഈ കെട്ടിടം മഠം പൊളിച്ചു നീക്കും. ഇത് പൊളിച്ചു നീക്കുമ്പോൾ വരുന്ന പൊടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബാഹുബലി സിനിമയിൽ പ്രവാസ കതകം പൊളിച്ച് വരുമ്പോൾ വരുന്ന പൊടിയാണ്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലത്തെ പൊടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കോവിഡ് സമയം കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ഇത് പൊളിക്കുന്നത് 2023 ഫെബ്രുവരി മാസം 16-ാം തീയതിയാണ്.
അവസാനത്തെ ഇത് തള്ളിയിടും. ബാഹുബലി വരുമ്പോഴത്തെ പൊടി അങ്ങനെ എല്ലാം തീർന്നു, മടം പൊളിച്ചു.